വക്രതുണ്ടമഹാകായ കോടിസൂര്യസമപ്രഭ നിർവിഘ്നം കുരുതേ ദേവ സർവകാര്യേഷു സർവദാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്രഃ. യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ ജഗദംബികായേ നമഃ. എല്ലാവർക്കും ഈ ഗീതാ ക്ലാസ്സിലേക്ക് വിനീതമായി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അധ്യായം 2 സാഖ്യയോഗം 58 ശ്ലോകം നമ്പർ 58 വിശദീകരിച്ചത്. യഥാ സംഹരതേ ചായം കൂർമോऽംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആരാണ് ഉത്തമനായിട്ടുള്ള ഭക്തൻ? ആരാണ് നിഷ്കാമ ഭക്തൻ? ആരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസ്മരണ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകൾ ജീവിതത്തിലും സംസ്കാരത്തിലും പകർത്തി ജീവിക്കുന്നത്? അത്തരക്കാരുടെ ലക്ഷണം എന്താണ്? സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തന്മാർ പറയുന്നത് പോലെ കൃഷ്ണാവബോധം സ്വാംശീകരിച്ചവർ, അവരുടെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ആരാണ് സ്ഥിതപ്രജ്ഞൻ? എന്താണ് അവരുടെ സ്വഭാവം? അവരെങ്ങനെയാണ് സംസാരിക്കുക? എങ്ങനെ അവർ നടക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു? അവരുടെ ജീവിതം എപ്രകാരമാണ്? ഈ ചോദ്യമാണ് ആ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നത്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ഭഗവത്ഗീതയിൽ 12ാമത്തെ അധ്യായം ഭക്തിയോഗം പൂർണ്ണമായിട്ടും ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ വിശദാംശം തന്നെയാണ്. അതിവിടെ ഈ അധ്യായത്തിൽ ഭഗവാൻ സൂചന നൽകുകയാണ് നമുക്ക്. വളരെയധികം ടെക്നിക്കൽ ടേമുകളൊക്കെ ഉപയോഗിച്ച് വളരെയധികം ആലോചിച്ച് മനനം ചെയ്ത് ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതൊന്നുകൂടി ഉറപ്പിക്കാനാണ് ഭക്തിയോഗം എന്നുള്ള ഒരു അധ്യായം 12 ഭഗവത്ഗീതയിൽ ചേർത്തിരിക്കുന്നത്. അതിലേക്കുള്ള ഒരു ആമുഖം അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടാണ് ഇതിലുള്ള ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് വേണം ഈ ശ്ലോകങ്ങൾ നമുക്ക് ഹൃദിസ്ഥാക്കാൻ. അപ്പോൾ അവരുടെ ലക്ഷണങ്ങൾ പറയുന്നു.
58-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്രധാനമായിട്ടും നമ്മളെ ഈശ്വരാവബോധത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്താ? മായ ആണ്. ഭഗവാനിൽ നിന്ന് ഭക്തനെ എപ്പോഴും മാറ്റി നിർത്തുന്നതാണ് മായ. മായ സങ്കല്പ വികല്പങ്ങളാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കും, ഉള്ളതിനെ ഇല്ലാത്തതായിട്ട് തോന്നിപ്പിക്കും നമുക്ക്. ഇങ്ങനെ നമ്മളെ വഴിതെറ്റിക്കുന്ന ഒന്നാണ് മായ. ഈ മായയാണ് ഭഗവാനെ നമ്മളിൽ നിന്ന് അകറ്റുന്നത്. ഈ മായയെ ജയിച്ചാൽ നമ്മൾ ഭഗവാനിലെത്തി. അതുകൊണ്ട് വൃന്ദാവനവാസികളെല്ലാവരും പറയും, ആരാണ് ഈ മായയെ, നമുക്കിടയിലുള്ള ഈ മറ, ഈ മായ, ഇതിനെ ആരാണ് മാറ്റിത്തരേണ്ടത്? ഭഗവാന്റെ ഭക്തർ തന്നെ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ, അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള രാധാദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കും. രാധേ രാധേ ശ്യാം മിലാദേ, രാധേ രാധേ ശ്യാം മിലാദേ, രാധേ രാധേ ശ്യാം മിലാദേ. രാധാദേവിയോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ശ്യാമസുന്ദരനെ ഞങ്ങൾക്ക് കാട്ടിത്തരൂ. ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് ആ ശ്യാമസുന്ദരനെയാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാട്ടിത്തരൂ. ദേവി ശ്യാമസുന്ദരൻ്റെ ഭാഗം തന്നെയാണല്ലോ. ദേവിക്കറിയാം എവിടെയാണ് ഭഗവാൻ. കാരണം ദേവിയാകുന്ന, മായയാകുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അജ്ഞത ആകുന്ന ആ ആവരണം മാറ്റാൻ ആ രാധാദേവിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് വൃന്ദാവനവാസികളൊക്കെ രാധയെ ശരണം പ്രാപിക്കുന്നു. രാധ വഴിയാണ് കൃഷ്ണനിലേക്ക് എത്തേണ്ടത്. ദേവീ സങ്കല്പങ്ങളൊക്കെ അങ്ങനെയാണ്. ദേവി മായയെ നശിപ്പിക്കുന്നവളാണ്. മായയെ നശിപ്പിച്ച് ഈശ്വര സാക്ഷാത്കാരം നൽകുകയാണ്. ഈ മായ എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് പല കർമ്മങ്ങളും ചെയ്യിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ വശംവദമാക്കുന്നത് ഈ മായ തന്നെയാണ്. പല പല വിഷയങ്ങളിലേക്ക് നമ്മളെ ഇന്ദ്രിയങ്ങൾ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണം. നമുക്ക് ഏറ്റവും വലിയ ശത്രു ആരാണ്? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ മിത്രവും നമ്മുടെ ഈ ശരീരം തന്നെയാണ്. ഏറ്റവും വലിയ ശത്രു ആകുന്നത് എപ്പോഴാണ്? ഈ ശരീരം എന്നാണെങ്കിൽ, ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ, ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഭഗവാനിൽ നിന്ന് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കും. വളരെ ശക്തമാണ് ഇന്ദ്രിയങ്ങൾ. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും നമ്മൾ ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. വിഷയം എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ധർമ്മമാണ്. കണ്ണിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് കാഴ്ചയാണ്. ചെവിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. നാവിൻ്റേത് രുചിയാണ്. ത്വക്കിൻ്റേത് സ്പർശമാണ്. കാതിൻ്റേത് ശബ്ദമാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളും നമ്മളെ 5 സ്ഥലങ്ങളിലേക്ക് നിരന്തരമായിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. അതായത് നമ്മളെ ബഹിർമുഖമാക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും പുറത്തേക്ക് കൊണ്ടുപോവുക. ഭഗവാനിൽ നിന്ന് അകറ്റുക. കാരണം ഭഗവാൻ അകത്താ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഭഗവാനെ അറിയണമെങ്കിൽ അന്തർമുഖനാകണം. അതായത് അകത്തോട്ട് നോക്കണം. ഇന്ദ്രിയങ്ങൾ നമ്മളെ പുറത്തേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ നമുക്ക് ശത്രുക്കളാണ്. ഈ ശരീരം നമുക്ക് ശത്രുവാകുന്നത് ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്നത് കൊണ്ടാണ്. ഈ ശത്രുവിനെയാണ് ജയിക്കേണ്ടത്. അല്ലാതെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നവരോ അയൽക്കാരോ നാട്ടുകാരോ ഇവരൊന്നുമല്ല, ബന്ധുക്കളോ ഒന്നുമല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെ. അതേസമയം ഈ ശരീരം നമ്മുടെ മിത്രവുമാണ്. എന്താ കാരണം? ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിഗ്രഹിക്കാൻ, അതായത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് അന്തർമുഖമാകാൻ കഴിഞ്ഞാൽ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഭക്തി കൊണ്ട് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. അതിന് ശരീരം കൂടിയേ കഴിയും. അപ്പോൾ ഭഗവാനോട് നമ്മളെ അടുപ്പിക്കുന്നതും ഈ ശരീരമാണ്. ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റാൻ പരിശ്രമിക്കുന്നതും ഇതേ ശരീരമാണ്. ഇതിൽ ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, വാസനകളെ കൊണ്ട് നമ്മളെ ഈശ്വരൻ ദൂരെയാക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, അന്ധകരണം കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട് നമ്മുടെ കർമ്മശുദ്ധി ഉണ്ടായി ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുന്നതും ഈ ശരീരം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ശരീരത്തിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വിഷയങ്ങളുടെ പിന്നാലെ പോകാൻ, ആസക്തികളുടെ പിറകെ പോയി നശിക്കാനല്ല ഈ ശരീരം. അനാസക്തരായിട്ടിരുന്ന് ഈശ്വരഭജനം നടത്തി ഭഗവത് പ്രാപ്തി നേടുന്നതിനാണ് ഈ ശരീരം. അതിന് എപ്രകാരം ജീവിക്കണം എന്നാണ് 58-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. യഥാ സംഹരദേശായം കൂർമാങ്കാനീവ സർവശഃ.
ഒരു ആമയുടെ കൈകാലുകൾ, ശിരസ്, ഇതൊക്കെ അത് ഒരു ശത്രുവിനെ കണ്ടാൽ പെട്ടെന്ന് അകത്തേക്ക് വലിക്കുന്നത് പോലെ ഒരു ആരാണ് ഒരു ഉത്തമ ഭക്തൻ, ആ ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ വ്യാവസായികാത്മിക ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ വിവേക ബുദ്ധിയുള്ള മനുഷ്യൻ, അനാത്മ വിവേകമുള്ള ഒരു മനുഷ്യൻ, മോക്ഷേച്ഛുവായിട്ടുള്ള ഒരു മനുഷ്യൻ, എല്ലാത്തിനും കൂടി നമുക്ക് ഭക്തൻ എന്ന് പറയാം. നിഷ്കാമ ഭക്തനായിട്ടുള്ള ഒരാൾ എപ്രകാരമാണോ ആമ അതിൻ്റെ ശരീരഭാഗങ്ങൾ പുറത്തുനിന്ന് അകത്തേക്ക് വലിക്കുന്നത്, അപ്രകാരം നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മൾ അകത്തേക്ക് വെച്ചാൽ ആ ഇന്ദ്രിയങ്ങളുടെ ധർമ്മത്തിനെ മിനിമൈസ് ചെയ്യണം. കണ്ണ് കാണാനുള്ളതാണ്, കാണണ്ടെന്ന് പറയണില്ല. പക്ഷേ കാഴ്ച തന്നെയല്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണല്ലോ ഈശ്വര സാന്നിധ്യം. കണ്ണുകൊണ്ട് എന്താണ് കാണേണ്ടത്? കണ്ണുകൊണ്ട് കാണേണ്ടത് ഈശ്വര ഭാവമാണ്, സകലത്തിലും സ്ഥിതി ചെയ്യുന്നതാണ്, ഒരു ഐക്യബോധമാണ് ഉള്ളത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങളിൽ നിന്ന് പിൻവലിക്കണം. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമാക്കുന്നു നമ്മളെ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നമ്മൾ അന്തർമുഖമാകുന്നു. അന്തർമുഖനായിട്ടുള്ള യോഗിക്കാണ് ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. വിഷയങ്ങളിൽ ആസക്തി കൊണ്ടിരിക്കുന്നവർക്ക് ആത്മാനന്ദം, ആ ഭക്തിയുടെ ആ പാരമ്പര്യത്തിലെത്താൻ സാധിക്കില്ല. നമുക്ക് ഈ മൂന്ന് നാല് വാക്കുകളെയൊക്കെ ഒരു ഉത്തമ ഭക്തൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് നമുക്ക് എളുപ്പം മനസ്സിലാവും. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, എങ്ങനെയാണ് അവയിലുള്ള ആശ, അതായത് ഇന്ദ്രിയങ്ങളെ നമ്മളെ പുറത്തേക്ക് തന്നെ കൊണ്ടുപോവുക ചെയ്യും. എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് അത് സാധിക്കുക? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകാതെ ഈശ്വരനിലേക്ക് തിരിക്കാൻ എന്താ മാർഗം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. പറയുമ്പോൾ എളുപ്പം കഴിഞ്ഞു. എങ്ങനെയാണ് ഈ വിഷയങ്ങളുടെ പിന്നാലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോകാതെ നമ്മളതിനെ നിയന്ത്രിക്കുക? അതിന് ഒരു മാർഗമുണ്ട്, വളരെ എളുപ്പമുള്ളൊരു മാർഗമാണ്. എന്താ? വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ. നിരാഹാരസ്യ, അതായത് നിരാഹാരച്ചാൽ ആഹാരം കഴിക്കാത്തതെന്നാണ്. ഇവിടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഇന്ദ്രിയം എന്താണോ ആസ്വദിക്കുന്നത് അതാണ് അതിൻ്റെ ആഹാരം. കണ്ണിൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചയാണ്. പല പല കാര്യങ്ങൾ കാണാനുള്ള മോഹം, അതാണ് കണ്ണിൻ്റെ ആഹാരം. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അപ്പോൾ അവയെ നിരാഹാരസ്യ ദേഹിനഃ, അവയെ ഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ണിനെ കൊണ്ട് അധികം ആവശ്യമില്ലാത്തൊന്നും കാണാനായിട്ട് പോകാതിരിക്കുക. എന്താ കാണാനില്ലേ? കാണപ്പെടുന്നതൊക്കെ പ്രപഞ്ചം മാത്രമാണ്. ഈശ്വരനെ കാണാനായിട്ട് ആ കണ്ണ് പോരല്ലോ. അതുപോലെ കാത്, അത് ശബ്ദം കേൾക്കാനുള്ളതാണ്. ശബ്ദവും ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ കേൾക്കാനുള്ളതാണ്. അത് കേൾക്കാൻ ഉപയോഗിക്കുക. അല്ലാതെ അത് എന്താ പറയുക, അവരവരെയുള്ള പ്രശംസ, സ്തുതി അല്ലെങ്കിൽ നല്ല നല്ല അത്തരം വാക്കുകൾ കേൾക്കാൻ മാത്രമുള്ളതല്ല. അങ്ങനെ ഓരോ ഇന്ദ്രിയത്തിനെയും നമ്മൾ നിയന്ത്രിക്കുക. അങ്ങനെ വിഷയങ്ങളിൽ നിന്ന് ഒരാൾക്ക് മുക്തി നേടാം. എപ്രകാരം വെച്ചാൽ, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിലും പ്രധാനപ്പെട്ടത്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പല പല തീർത്ഥ സ്ഥലങ്ങൾ, പലതരം രൂപങ്ങൾ, പല സ്ഥലങ്ങൾ, നമ്മുടെ സ്വജനങ്ങൾ, ബന്ധുക്കൾ, നല്ല കാഴ്ചകളൊക്കെ നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കും. അതൊക്കെ നമുക്കൊരു ആനന്ദം നൽകും കുറച്ച് കാലത്ത്. പക്ഷേ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണ് നമ്മളത് മതിയാക്കുക? നമുക്കത് മടുക്കും കുറച്ച് കഴിയുമ്പോൾ, അല്ലേ? അപ്പോൾ നമ്മൾ അതിലും കൂടുതൽ ആനന്ദം നൽകുന്ന മറ്റൊന്നിലേക്ക് തിരിയും നമ്മുടെ ശ്രദ്ധ. ഇതെല്ലാ ഇന്ദ്രിയങ്ങളെയും സംബന്ധിച്ചും ബാധകമാണ്. കണ്ണ് കൂടുതൽ നല്ല കാഴ്ചകളിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നു. ശബ്ദം കൂടുതൽ നല്ല കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നാവ് കൂടുതൽ രുചിയുള്ള പദാർത്ഥങ്ങളെ കിട്ടാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട വിഷയങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കും. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് അതിനെ
നിയന്ത്രിക്കാൻ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇതിനെ തിരിച്ചുവിട്ടാൽ മതി. അതാണ് രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. അതായത് പരമാത്മാവ്, പരമാനന്ദം, ആത്മാനന്ദം, ഇതാണല്ലേ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥ, ആത്മാനന്ദം. ഈ ഇന്ദ്രിയങ്ങളെ വിട്ട് നമ്മൾ ആത്മാനന്ദം അനുഭവിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ട് നിയന്ത്രണത്തിൽ വന്നോളും. എന്തിനാണ് പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്? എന്തിനാണ് പല പല കാര്യങ്ങൾ കേൾക്കുന്നത്? ശ്രുതി സ്മൃതികളൊക്കെ എന്തിനാണ് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ രുചിക്കുന്നത്? അതിനേക്കാളും ഉത്തമമായിട്ടുള്ള ഒന്നിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അതായിരുന്നു നമുക്ക് ആദ്യമേ വേണ്ടതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇവയെ ഉപേക്ഷിക്കാനായിട്ട് പരിശ്രമിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ കാര്യം എടുക്കാം. ആ കുട്ടിക്കൊരു കളിപ്പാട്ടം കൊടുത്തു. അതിനെ തന്നെ മുറുകെ പിടിച്ച് അത് ശബ്ദമുണ്ടാക്കും, അത് നല്ല നിറത്തിലുള്ള ലൈറ്റൊക്കെ ഉണ്ടാവും, അത് കാണാനായിട്ട് കുട്ടിക്ക് വളരെ ഇഷ്ടമാവും. അത് നമ്മൾ അതിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പരിശ്രമിക്കുകയാണെങ്കിൽ അത് കരയും, ആ കുട്ടി കരയാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കരയാതെ ആ കളിപ്പാട്ടം ആ കുട്ടിയിൽ നിന്ന് മാറ്റുക? അതിനൊരു മാർഗമുണ്ട്. അതിനേക്കാളും നല്ലൊരു കളിപ്പാട്ടം അതിന് കൊടുത്താൽ മതി. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇത് വിട്ട് അതിനെ സ്വീകരിക്കും. ഇങ്ങനെ ഒന്നിനെ വിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ മനസ്സിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കാണപ്പെടുന്നതും അറിയപ്പെടുന്നതായിട്ടുള്ള വിഷയങ്ങളെക്കാൾ കൂടുതൽ ആനന്ദം നൽകുന്ന ഒന്നാണ് പരമാത്മാവ്, ഒന്നാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കുട്ടി എപ്രകാരമാണോ ആ കളിപ്പാട്ടം ഉപേക്ഷിച്ച് അതിനും നല്ലൊരു കളിപ്പാട്ടം സ്വീകരിക്കുന്നത്, അതുപോലെ നമ്മളും ഈ ഒന്നുമില്ല, ഇതൊക്കെ എനിക്ക് ദുഃഖം മാത്രം നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനെ പ്രാപിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ആനന്ദകരമായത്, ഏറ്റവും ലക്ഷ്യമായിട്ടുള്ളത് ആ ശ്രീകൃഷ്ണ ഭക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മറ്റുള്ളതെല്ലാത്തിലും നമുക്ക് സ്വാഭാവികമായിട്ടും വിരക്തി വരും. അതാണ് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിക്കാനുള്ള മാർഗം എന്ന് പറയാം. ഇനി ഈ പറഞ്ഞൊരു കാര്യം അത്രമാത്രം എളുപ്പമൊന്നുമല്ല. എന്താ കാരണം വെച്ചാൽ അത് ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്നൊക്കെ പറയുന്നത് അത്രമാത്രം എളുപ്പമൊന്നുമല്ല. ഒന്നിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങൾ വളരെയധികം ശക്തിയുള്ളതാണ്, ബലമുള്ളതാണ്. ഒരു ബലവാനെ പോലും ദുർബലനാക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ. നമ്മുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പറയാണ് അടുത്ത ശ്ലോകത്തിൽ, യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. ഇന്ദ്രിയങ്ങളെ ജയിക്കണം എന്നൊക്കെ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും, പക്ഷേ അതത്ര എളുപ്പമല്ല. എന്നാലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണെന്ന് നമ്മൾ മുമ്പത്തെ ശ്ലോകത്തിൽ കണ്ടു. ഇനി കുന്തിപുത്ര വിപശ്ചിതഃ എന്ന് വെച്ചാൽ വിവേകബുദ്ധിയുള്ള ഒരാൾ. വിവേകബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കണ്ടു, ഈശ്വര സംബന്ധമായിട്ടുള്ള നിത്യമായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ അറിയേണ്ടതും നമ്മൾ ആശ്രയിക്കേണ്ടത്. അതാണ് വിവേകബുദ്ധി. ആരെങ്കിലും മായയെ ആശ്രയിക്കില്ല, ഈശ്വരനെയാണ് ആശ്രയിക്കുക. ആ ഒരു വിവേകം ഉള്ളത് ആരാണോ ആ ആളെയാണ് വിവേകബുദ്ധിയുള്ള. പല പല ശരീരത്തിൻ്റെ പല പല സുഖഭോഗങ്ങളിൽ മുഴുകി കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ, അത് അവിവേകികളാണ്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ വിഷയങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ്. ധാരാളം പണം ഉണ്ടാക്കണം, ധാരാളം ബന്ധുബലം വേണം, ധാരാളം സ്വന്തമായിട്ടുള്ള വസ്തുക്കൾ വേണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അവർക്ക്. ഈ ശരീരത്തിനെയാണ് അതൊക്കെ
ബാധിക്കുന്നത്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അവിവേകികൾ. എന്നാൽ വിവേകിയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നറിയുന്നു. അതിനുവേണ്ടി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? ഈ ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് മോചനം നേടുക. ആ ഇന്ദ്രിയങ്ങൾ എപ്രകാരമുള്ളതാണ്? ഇന്ദ്രിയാണി പ്രമാധീനി, വളരെ പ്രമാദങ്ങളാണ്, വളരെയധികം ബുദ്ധിമുട്ടാണ്, ശക്തമാണ്. അത് വിഷയങ്ങളിൽ നിന്ന് അത് പിന്തിരിയില്ല. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം പിടിച്ച് മാറ്റാൻ നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നുവോ അത്രയും അത് മുറുകെ പിടിക്കും. എന്താ കുട്ടികളുടെ ഉദാഹരണം പറയാൻ കാരണം, കുട്ടികളാണല്ലോ ഏറ്റവും അധികം ആസക്തിയുള്ളവർ. പ്രായം കൂടുന്തോറും ആ വിവേക ബുദ്ധി കൂടി വരണം. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് അവിവേക ബുദ്ധി പോയി വിവേക ബുദ്ധി വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കുറേശ്ശെ ഉണ്ടാക്കി കൊടുക്കണം. ഓരോന്നിൻ്റെയും വരുമ്പരായികകളും ഓരോന്നിൻ്റെയും ദോഷങ്ങളും ഗുണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുക്കണം കുട്ടികൾക്ക്. അപ്പോഴേ അവർ വിവേക ബുദ്ധി ഉപയോഗിക്കാൻ പഠിക്കുള്ളൂ. അല്ലാതെ ഒരു കുട്ടിക്ക് എന്താണ് വേണ്ടത് അത് തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ആ കുട്ടി ഒരു മോശമായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് മാറും. ആ കുട്ടിയുടെ ആഗ്രഹം കൂടിയേ വരുള്ളൂ. നമുക്കത് ചില ശ്ലോകങ്ങൾക്ക് ശേഷം അതെങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ, ഈ മനസ്സിനെ അത് വളരെ ബലമായിട്ട് പ്രസഭം ഹരന്തി, ഈ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ശക്തമായിട്ട് പിടിച്ചു വലിക്കും. ഒരു വസ്തുവിലുള്ള ആസക്തി നമുക്ക് ഇല്ലാണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. ഉദാഹരണത്തിന് മദ്യപാന ആസക്തി ബാധിച്ച ഒരാളാണ് വിചാരിക്കുക. അതിൽ നിന്ന് ആളുടെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത്രമാത്രം ബലമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആ മദ്യാസക്തി വലിച്ചു കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഞാൻ ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വാസന, ആ ജന്മവാസനയുണ്ടല്ലോ, അത് പ്രവർത്തിച്ചിട്ട് ഇന്ദ്രിയങ്ങൾ അതിൽ നിന്ന് മോചനമില്ലാത്ത തരത്തിൽ അതിനെ പിടിച്ചു ഉലച്ചു കൊണ്ടുപോകും. പ്രസവം ഹരന്തി, ഇന്ദ്രിയങ്ങൾ അത്രമാത്രം ശക്തമായിട്ട് ഒരാളെ വിഷയങ്ങളിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെയുള്ള മനസ്സിനെയാണ് നമ്മൾ അതിൽ നിന്ന് പിൻവലിക്കേണ്ടത്. അത് ഒട്ടും എളുപ്പമല്ല എന്ന് പറയും. അതുകൊണ്ട് അർജുന, നീ എന്ത് ചെയ്യണം? താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആരുടെ പ്രജ്ഞയാണോ പ്രതിഷ്ഠിതമായിട്ടുള്ളത്, ആരാണോ സ്ഥിതപ്രജ്ഞനായിട്ടുള്ളത്, ആ ആൾ എന്ത് ചെയ്യണം? താനി സർവാണി സംയമ്യ, അതിനെ എല്ലാത്തിനെയും സംയമ്യ നിയന്ത്രിക്കണം. താനി എന്ന് വെച്ചാൽ അതിനെയൊക്കെ. ഏതിനെയൊക്കെയാണ്? ആ എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്യണം, അടക്കണം, നിയന്ത്രിക്കണം. അങ്ങനെയുള്ള ഒരാൾ യുക്ത, ഒരാൾക്ക് മനോനിയന്ത്രണം സിദ്ധിച്ച ഒരു യോഗി അപ്രകാരം ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമനം ചെയ്യണം, അടക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിൻ്റെ പ്രത്യേകത എന്താ? മനസ്സ് എന്തിനോടെങ്കിലും എപ്പോഴും ചേർന്നേ ഇരിക്കുള്ളൂ. മനസ്സിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. അത് എന്തിനോടെങ്കിലും ചേർന്നേ ഇരിക്കുള്ളൂ. അപ്പോൾ അത് ആസക്തിയിൽ നിന്ന് അതിനെ വിടുവിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ എവിടേക്ക് കൊണ്ടുപോകണം? ആ മനസ്സിനെ ആസീത മത്പരഃ, ആ മനസ്സിനെ മത്പരഃ, എന്നിലേക്ക് തിരിക്കണം. ഭഗവാൻ പറയുന്നു, വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുക അത്യധികം ബുദ്ധിമുട്ടാണ്. അതിനെ വളരെ കഷ്ടപ്പെട്ട് പിൻവലിക്കാനുള്ള ഒരു ഉപായം എന്താണെങ്കിൽ അതിനെ എന്നിലേക്ക് തിരിക്കണം. അങ്ങനെ തിരിയൂ. എന്താണ് അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ആനന്ദസ്വരൂപനല്ലേ? ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനിലേക്കല്ലേ എല്ലാവരും തിരിയേണ്ടത്. അവിടെ നിന്നല്ലേ പരമാനന്ദം ലഭിക്കുന്നത്. അതൊരാൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു. വളരെ എളുപ്പത്തിൽ ആസക്തിയിൽ നിന്ന് ആളെ അങ്ങോട്ട് മാറ്റാം.
ഒരാൾക്ക് ഉണ്ടാകുന്ന സർവ്വ ആസക്തികളിൽ നിന്നും സർവ്വ അത്യാഗ്രഹങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരൊറ്റൊരു മാർഗമുള്ളത്, ഏറ്റവും നല്ല മാർഗമുള്ളത്, അതിനെ ആസീത മത്പരഹ, അത് എന്നിലേക്ക് തിരിക്കുക. ആ മനസ്സിനെ, ആ മനുഷ്യനെ അല്ലെങ്കിൽ അവൻ്റെ ചിന്തകളെ, അവൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ചിന്തകൾ വരികയാണെങ്കിൽ അവൻ ആ വിഷയങ്ങളിൽ നിന്ന് മുക്തനാകും, വിഷയങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് അവൻ മുക്തനാകും. അതാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ്. വശേഹി യസ്യേന്ദ്രിയാണി, ആരുടെ വശത്തിലാണോ, ആരാണോ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തിയിരിക്കുന്നത്, കൈവശം വച്ചിരിക്കുന്നത്, തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അവനാണ് സ്ഥിതപ്രജ്ഞൻ, അവനാണ് ഉത്തമ ഭക്തൻ എന്ന് പറയുക. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളാണ്, അതേ ഇന്ദ്രിയങ്ങളെ തന്നെ ഈശ്വരനിലേക്ക് തിരിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഈശ്വരനിലേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഭാഗവതത്തിൽ പറയുന്ന കാണാം നമുക്ക്. സവൈമന കൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ ഹരോഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുതമാർജനാദിഷു. എപ്പോഴാണോ നമ്മുടെ മനസ്സ് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കാനായിട്ട് ആരംഭിക്കുന്നത്, എപ്പോഴാണോ നമ്മുടെ വാക്കുകൾ ആ വൈകുണ്ഠനാഥൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പാടാനായിട്ട് ആരംഭിക്കുന്നത്, എപ്പോഴാണോ നമ്മളുടെ കൈകാലുകൾ, കർമ്മേന്ദ്രിയങ്ങൾ ആ ശ്രീഹരിയെ, ആ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കാനായിട്ട്, സേവ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്, എപ്പോഴാണോ നമ്മുടെ കർണങ്ങൾ ഭഗവാന്റെ ഗുണകഥകൾ കേൾക്കാനായിട്ട് ആരംഭിക്കുന്നത്, ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തദ്ഭൃത്യഗാത്രസ്പർശേംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജസൗരഭ. എപ്പോഴാണോ നമ്മുടെ കണ്ണുകൾ ആ ഭഗവാന്റെ സത്കഥകൾ കേൾക്കാൻ ആരംഭിക്കുന്നത്, എപ്പോഴാണോ നമ്മുടെ കണ്ണുകൾ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളെ കാണാനായിട്ട് ആരംഭിക്കുന്നത്, എപ്പോഴാണോ നമ്മുടെ ശരീരം ആ ഭക്തൻ്റെ, ആ ഭഗവാന്റെ ഭക്തന്മാരെ നമസ്കരിക്കാനായിട്ട് ആരംഭിക്കുന്നത്, എപ്പോഴാണോ നമ്മുടെ മൂക്ക്, നമ്മുടെ ഘ്രാണ ഇന്ദ്രിയം ആ ഭഗവാനെ പൂജിച്ചതായിട്ടുള്ള ആ പാദ പത്മങ്ങളുടെ, അർപ്പിച്ചതായിട്ടുള്ള തുളസിപ്പൂക്കളുടെ അല്ലെങ്കിൽ തുളസി ഇലകളുടെ സുഗന്ധം ആസ്വദിക്കാൻ ആരംഭിക്കുന്നത്, ശ്രീമത് തുളസ്യാരസനാം തദർപ്പിതേ പാദൗഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഹൃഷികേശപദാഭിവന്ദനെ കാമം ച ദാസ്യേ നതു കാമകാമ്യയാ. എപ്പോഴാണോ ഈ പാദങ്ങൾ ആ ഭഗവാന്റെ ക്ഷേത്രങ്ങളെ പ്രദക്ഷിണം വയ്ക്കുന്നത്, എപ്പോഴാണോ ഈ ശിരസ് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത്, ഭഗവാന്റെ ഭക്തരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത്, എപ്പോഴാണോ മനസ്സ് മുഴുവനും ആ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ആരംഭിക്കുന്നത്, കാമം ച ദാസ്യ, എന്താണ് നമ്മുടെ കാമം ആകേണ്ടത്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താവേണ്ടത്, ആ ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ ഭക്തരെ സേവിക്കുക. എപ്രകാരമാണോ ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ മുഴുകുന്നത്, അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും അധപതനം ഉണ്ടാവില്ല. ശ്രീമദ് ഭാഗവതത്തിൽ അംബരീഷ മഹാരാജാവിൻ്റെ കഥ പറയുന്ന സമയത്ത് പറയുന്ന ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ സ്മരണ ഉണ്ടായാൽ പിന്നെ അങ്ങനെയുള്ള ഒരു ഭക്തന് അധപതനം ഉണ്ടാവില്ല. അവർക്ക് ഇന്ദ്രിയ നിഗ്രഹമൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരൊരിക്കലും അധപതിക്കില്ല, അവരൊരിക്കലും വഴി തെറ്റില്ല. കാരണം അവരുടെ ജീവിതം തന്നെ ഭഗവാനെ സേവിക്കാനാണ്. അവരുടെ ഓരോ കർമ്മവും ഭഗവാന്റെ പൂജയാണ്. അവരുടെ ഓരോ ചിന്തയും ഭഗവാന്റെ സ്മരണയാണ്. ഇങ്ങനെ ഈ ജീവിതം മുഴുവനും അവർ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനേക്കാളും വലുതായിട്ടുള്ള ഒരു ഉപായം, അല്ലെങ്കിൽ ഇതിനേക്കാളും വലുതായിട്ടുള്ള ഒരു ഭാഗ്യം, ഇതിനേക്കാളും വലുതായിട്ടുള്ള ഒരു ആനന്ദം ഒരു മനുഷ്യന് എവിടെ നിന്നുണ്ടാകാനാണ്? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ അർജുന താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ, എന്നിലേക്ക് തിരിക്കൂ നിൻ്റെ ചിന്തകളെ, മനസ്സിനെയൊക്കെ. അപ്പോൾ നിനക്ക് എന്തുണ്ടാവും? നിനക്ക് ഇന്ദ്രിയങ്ങളിൽ നിന്ന്, വിഷയങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. നിനക്ക് പരമാനന്ദം ലഭിക്കും. നിനക്ക് വളരെ എളുപ്പത്തിൽ മുക്തനാകാൻ സാധിക്കും. ഇതൊക്കെ നമുക്കും പറഞ്ഞിട്ടുള്ള വളരെയധികം എളുപ്പമായിട്ടുള്ള വിദ്യകളാണ് ഇതൊക്കെ.
നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളായിട്ട് നാം കാണുന്നതൊക്കെ ഭഗവാന്റെ ഭക്തരാണ്, ഭഗവാനെ തന്നെയായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. കേൾക്കുന്നതൊക്കെ ആ ഭഗവാന്റെ ഗുണകഥകളാകാൻ നമ്മൾ പരിശ്രമിക്കണം. എവിടെയൊക്കെ ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ പോകണം, അതൊക്കെ കേൾക്കണം. എവിടെയൊക്കെ ഭഗവാന്റെ വിഗ്രഹങ്ങളുണ്ടോ, ഭഗവാൻ ഭക്തരുണ്ടോ അവിടെയൊക്കെ പോയി നമ്മൾ അവരെയൊക്കെ കണ്ട് ആ പരമമായിട്ടുള്ള ഭക്തി നമ്മുടെ ഉള്ളിൽ വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതം എന്നുള്ളത് ഭഗവാനിലേക്കുള്ളൊരു സേവയാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊരു ദുഃഖം നമ്മളെ ബാധിക്കും, ഒരു തരത്തിലും നമുക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അങ്ങനെ ജീവിതം ചെലവഴിക്കുന്നവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അല്ലാതെ നമുക്ക് കുറേ ധനം ഉണ്ടായിട്ടോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ യാതൊരു പ്രയോജനവുമില്ല. അതൊക്കെ ഈശ്വര സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. നമുക്ക് ധനം ഉണ്ടെങ്കിൽ ആ ധനത്തിന് ഒരു നല്ലൊരു ഭാഗം ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. നമ്മുടെ സമയം നമ്മൾ അധികവും ഭഗവാനെ ധ്യാനിക്കാൻ, ഭഗവത് വാക്കുകൾ കേൾക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, അങ്ങനെയുള്ളൊരു സംസ്കാരം ഉണ്ടാക്കാൻ നമ്മുടെ സമയം നമ്മുടെ ഊർജ്ജമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട നമുക്ക് ആനന്ദിക്കാനായിട്ട്. ഇത് ഒരിക്കൽ ഇതിൻ്റെ രസം അറിഞ്ഞാൽ, ശ്രീകൃഷ്ണ സേവയുടെ രസം ഒരിക്കലറിഞ്ഞാൽ ആ വ്യക്തി പിന്നെ മറ്റുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഭഗവാൻ ഈ പറഞ്ഞ പോലെ മത്പരഹ, എന്നെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കും എന്ന് പറയാം. ഇത് അജ്ഞാനിയായിട്ടുള്ള ഒരു ഭക്തൻ്റെ കഥ പറയുകയാണെങ്കിൽ, അജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഇപ്പോൾ ജ്ഞാനിയായിട്ടുള്ള ജീവൻ മുക്തനായിട്ടുള്ള ഉത്തമ ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു, സ്ഥിതപ്രജ്ഞൻ്റെ കാര്യം. പക്ഷേ അജ്ഞാനിയായിട്ടുള്ള ഒരാൾ ഈ ഇന്ദ്രിയങ്ങളുടെ പിറകെ പോയിട്ട് എങ്ങനെയാണ് അധപതിക്കുന്നതെന്ന് പറയാണ് അടുത്ത ശ്ലോകത്തിൽ. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഃ കാമാത് ക്രോധോപി ജായത്തെ. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഃ കാമാത് ക്രോധോപി ജായത്തെ. അജ്ഞാനിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വിഷയാസക്തിയിൽ മുങ്ങിപ്പോയിട്ടുള്ള ഒരാൾ, അത്തരത്തിലുള്ള ഒരാൾക്ക് എപ്രകാരമാണ് ഈ വിഷയങ്ങളിൽ നിന്ന് മോചിതനാകാൻ സാധിക്കാതിരിക്കുന്നത്? അതിനുള്ള കാരണം എന്താണ്? അതിൻ്റെ മെയിൻ റീസൺ, റൂട്ട് കോസ് എന്ന് പറയില്ലേ, മൂല കാരണം എന്താണ് ഒരാൾ അധപതിക്കാൻ കാരണം? ഒരാൾക്ക് ഈ ആസക്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാവാൻ എന്താ കാരണം? ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകം. അപ്പോൾ കാരണം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കാരണത്തിൽ നിന്ന് നിവർത്തിക്കാനും എളുപ്പമാണ്. ഒരു അസുഖം എന്താണെന്ന് മനസ്സിലായാൽ ചികിത്സിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന പോലെ ഒരാൾ അധപതിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായി കഴിഞ്ഞാൽ ഒരാൾ ഉയരാനുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാം. പറയാണ്, ധ്യായതോ വിഷയാൻ പുംസഃ വിഷയാൻ ധ്യായത പുംസഃ തേഷു സംഗഃ ഉപജായതേ. വിഷയങ്ങളെ ധ്യായത, വിഷയങ്ങളെ മാത്രം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, തേഷു അവയിൽ സംഗഃ സംഘം ഉണ്ടാകുന്നു, ഉപജായതേ. സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഘത്തിൽ നിന്ന് കാമം ഉണ്ടാകുന്നു, കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു. മനസ്സിൻ്റെ ആ താഴോട്ടുള്ള പോക്കാണ്. തുടക്കം എവിടെയാണ്? സംഘമാണ്. അതായത് വിഷയങ്ങളെക്കുറിച്ച് തന്നെ ഒരാൾ എപ്പോഴും ചിന്തിക്കുക. എപ്പോഴും അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മാർക്കറ്റിൽ പോയി വിചാരിക്കുക, നല്ല ഭംഗിയുള്ള ഒരു വസ്തു കണ്ടു, നമുക്കത് വാങ്ങിക്കണം. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമുക്ക് പറയാം ഒരു പുതിയൊരു മൊബൈൽ വന്നിട്ടുണ്ട്. അത് കണ്ടു, അതിൻ്റെ പരസ്യങ്ങളൊക്കെ കണ്ടു, ചിത്രങ്ങൾ കണ്ടു, ഡെമോ ഒക്കെ കണ്ടു, അതൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ മനസ്സെന്ത് സംഭവിക്കുക? അത് വാങ്ങണമെന്നുള്ള, അത് കാണാനും അത് സ്വന്തമാക്കാനുമുള്ള ഒരു ആസക്തി നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ വസ്തുവിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. എങ്ങനെയാണ് നമുക്കത് സ്വന്തമാക്കാം, എങ്ങനെ അത് വാങ്ങിക്കാം, അതിനുള്ള ധനം എങ്ങനെ ഉണ്ടാക്കും. പിന്നെ ധനം ഇല്ലെങ്കിലും പല മാർഗ്ഗങ്ങളുണ്ടല്ലോ ഈ കാലത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട്.
അതെന്താണ് എന്നൊക്കെ ചിന്തിച്ച് എന്തുണ്ടാവും? ആ വസ്തുവിനോട് സംഘം ഉണ്ടാകുന്നു. സംഘം വെച്ചാൽ ആസക്തി ഉണ്ടാവും. അതിനെ സ്വന്തമാക്കണം, എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളൊരു ആസക്തി ഉണ്ടാവും. ഇങ്ങനെ ആ മനസ്സിലിങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അത് സ്വന്തമാക്കാനുള്ള ഒരു ആസക്തി അതുണ്ടാകും. സംഘത്തിൽ നിന്നങ്ങനെ കാമഃ സഞ്ജായതേ, സംഘാത് കാമഃ സഞ്ജായതേ. സംഘത്തിൽ നിന്ന് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അതിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം, കാമം, ആഗ്രഹം ഉണ്ടാകുന്നു. കാമാത് ക്രോധോ അഭിജായതേ, കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു. കാമത്തിൽ നിന്ന് രണ്ട് മാർഗമാണ് പറയുക. നമുക്ക് ആഗ്രഹിച്ച ആ വസ്തു കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കിട്ടാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഇത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, നാം ആഗ്രഹിച്ചൊരു വസ്തു കിട്ടാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റുള്ളവരോടൊക്കെ ദേഷ്യം വരും. അവനവനോട് തന്നെ ദേഷ്യം വരും. അയ്യോ, എനിക്കത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല, എനിക്കത് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, ക്രോധം ഉണ്ടാവും. അങ്ങനെ ഒരു ക്രോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷമാണ്. ഇനി രണ്ടാമത്തെ ഒരു മാർഗ്ഗം, ഇനി അഥവാ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക. അപ്പം നമുക്ക് തോന്നും, അയ്യോ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലത് മേടിക്കായിരുന്നു, ഈ മൊബൈലിനേക്കാളും ഇത്തിരി കൂടി നല്ലത് വാങ്ങിക്കായിരുന്നു. അതായത് ലോഭം ഉണ്ടാവും അർത്ഥം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം കൂടി വാങ്ങിക്കണം തോന്നും. ഇങ്ങനെ ലോഭം. ഇപ്പം കാമത്തിൻ്റെ ഫലം അത് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഭം ഉണ്ടാകും, സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ ക്രോധം ഉണ്ടാവും. രണ്ടും നാശത്തിനിലേക്കുള്ള വഴികളാണ്. കാമാത് ക്രോധോഭിജായതേ. അപ്പോൾ ഒരു വിഷയത്തിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരാൾക്ക് ആ വിഷയവുമായിട്ട് സംഘമുണ്ടാകുന്നു. മനസ്സിൽ സദാ ചിന്തകൾ അങ്ങനെ തന്നെയാകുന്നു. അതിനെ നേടണം എന്ന് വിചാരിച്ച് ആ സഞ്ജായതേ കാമഃ, അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അത് സ്വന്തമാക്കണം തോന്നും. സ്വന്തമായില്ലെങ്കിൽ ക്രോധം ഉണ്ടാകുന്നു, ദേഷ്യം ഉണ്ടാകുന്നു. അത് നമുക്ക് കുട്ടികളുടെ ഉദാഹരണത്തിൽ തന്നെ കാണാം. വളരെ ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അതൊന്നും പിടിച്ചു മാറ്റി നോക്കൂ, കുട്ടിക്ക് നല്ല കരച്ചിൽ വരും, നല്ല ഉറക്കക്കരയും, കോപിക്കും. കൊച്ചു കുട്ടികളും കോപിക്കുമല്ലോ. അതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു നമ്മൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യവും വരും, സങ്കടമൊക്കെ വരുമല്ലോ. അതാണ്. ഇനി ക്രോധം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പോൾ സംഘമുണ്ടാകുന്നു, സംഘത്തിൽ നിന്ന് കാമമുണ്ടാകുന്നു, കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു. ക്രോധം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, കണ്ണും മൂക്കും ഉണ്ടാവില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയും. എന്ത് പറയും, എന്ത് ചെയ്യും? ദേഷ്യപ്പെടുന്ന ഒരാൾ, ക്രോധിക്കുന്ന ഒരാൾ എന്താ പറയുക, എന്താ ചെയ്യുക? ഒന്നും പറയാൻ പറ്റില്ല. ക്രോധം വന്ന ഒരാൾക്ക് യാതൊരു തരത്തിലുള്ള വിവേകബുദ്ധി ഉണ്ടാവില്ല. അതാണ് പറയണത്, ക്രോധാത് ഭവതി സമ്മോഹ. ഈ ക്രോധത്തിൽ നിന്ന് മോഹാവസ്ഥ ഉണ്ടാകുന്നു. മോഹാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാൻ പാടുള്ളതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്നുള്ള ആ ചിന്തകളൊക്കെ അവിടെ പോകും. ഉള്ളിലുള്ളൊരു ധർമ്മബോധം ഉണ്ടാവില്ലേ? ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളൊക്കെ നഷ്ടപ്പെട്ട് നമ്മളൊരു മോഹാവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നും പറയാൻ പറ്റില്ല. ആ സമ്മോഹാവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് സ്മൃതിവിഭ്രമഃ. ചെയ്യുകയും ചെയ്യരുതാത്തതും ചെയ്യാൻ പാടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള ആ വിവേകബുദ്ധി നമുക്ക് നഷ്ടപ്പെടുന്നു, മോഹാവസ്ഥ ഉണ്ടാകുന്നു. അതിൽ നിന്ന് സ്മൃതിവിഭ്രമഃ, നമ്മൾ അതുവരെ നേടിയതായിട്ടുള്ള സംസ്കാരം, അല്ലേ? ഓരോ കാര്യങ്ങളും ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം, ഗുരുവിനോട് എങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, അമ്മയോട് എങ്ങനെ പെരുമാറണം, സുഹൃത്തിനോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ രാജാവാണെങ്കിൽ പ്രജകളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഭരണാധികാരിയാണെങ്കിൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ പരസ്പരം ഒരു പെരുമാറ്റ രീതിയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ക്രോധം മൂലം ഉണ്ടാകുന്ന സമ്മോഹാവസ്ഥ കൊണ്ട് നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടാലോ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ,
പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ബുദ്ധി ഉപയോഗിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യും. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? നമ്മൾ കണ്ടിട്ടില്ല, ബുദ്ധിഭ്രംശം വന്ന മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ടില്ലേ? അവരെന്താ ചെയ്യുക എന്താ ചെയ്യാതിരിക്കുക ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ സ്മൃതിഭ്രംശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അങ്ങനെയുള്ള ഒരാൾക്ക് ടോട്ടലായിട്ട് അവർ അധപതിക്കുന്നു, അധർമ്മിയാകുന്നു, സമൂഹത്തിനാൽ വെറുക്കപ്പെട്ടവരാകുന്നു. ഇങ്ങനെ സർവത്ര നേടിയ നന്മയും ഐശ്വര്യവും ശ്രേയസ്സും ഒക്കെ നശിക്കുന്നു. എല്ലാവരുടെ മുമ്പിലും അധപതിക്കുന്നു, അപമാനിതനാകുന്നു. ആ സംസ്കാരം തന്നെ ഇല്ലാതെയാകുന്നു. ഇതിനെല്ലാത്തിനും കാരണം എന്താണ്? ധ്യായതോ വിഷയാൻ പുംസഹ. ഈ വിഷയങ്ങളല്ലേ അതിനൊക്കെ കാരണം. അപ്പോൾ എവിടെയാണ് നമ്മളൊരു നിയന്ത്രണം വെക്കേണ്ടത്? ആവശ്യത്തിൽ കവിഞ്ഞ് ഒന്നിനു വേണ്ടിയും നമ്മൾ മനസ്സിൽ ഇടമേ കൊടുക്കരുത്. നമ്മുടെ ചിന്തകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വിചാരിക്കാം, എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ ഒരു മൊബൈലിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കളിപ്പാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. കുട്ടികൾക്ക് പിന്നെ ആ വിവേകബുദ്ധി ഇല്ല എന്ന് വിചാരിക്കാം. പക്ഷെ വിവേകബുദ്ധിയുള്ള മുതിർന്നവർ ചിന്തിക്കണം, ഇപ്പോൾ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടല്ലോ, അത് മതി തൽക്കാലം. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഡിമാൻഡ്സിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ, നമ്മുടെ ആഗ്രഹങ്ങളെ ചെറുതായിട്ടൊന്ന് കടിഞ്ഞാണിട്ടാൽ വലിയ വലിയ വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാത്തിനും കാരണം നമ്മുടെ മനസ്സ് എന്തിലെങ്കിലും ഉടക്കിക്കിടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് മനസ്സിൻ്റെ അധപ്പതനം എന്ന് പറയാം. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ സകല അനർത്ഥങ്ങളും വിഷയങ്ങളാൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് വിവേകിയായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം എന്ന് പറയാം. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മ പ്രസാദമധിഗച്ഛതി. അപ്പോൾ മനസ്സാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ആ മനസ്സിനെ നമുക്ക് നല്ല ഒരു അവസ്ഥയിൽ, ആരോഗ്യകരമായിട്ടുള്ള ഒരു നല്ല അവസ്ഥയിൽ കൊണ്ടുവരണം. അതിന് വേണ്ട കാര്യമാണ് രാഗദ്വേഷ വിയുക്തൈസ്തു. രാഗദ്വേഷങ്ങളിൽ നിന്ന് മുക്തമാകണം മനസ്സ്. ഒന്നിനോടും ആവശ്യത്തിൽ കഴിഞ്ഞ് രാഗമുണ്ടാവാതിരിക്കും, അല്ലെങ്കിൽ ഒന്നിനോട് ദേഷ്യം ഉണ്ടാവരുത്. അപ്പോൾ രാഗവും ദേഷ്യവും ഒക്കെ ദ്വേഷവും ഒക്കെ ഇല്ലാതാക്കണം മനസ്സിന്. എന്നിട്ട് ആ മനസ്സുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ നമ്മുടെ സ്വാധീനത്തിലാക്കണം. ആത്മപശ്യൈ ഇന്ദ്രിയൈ വിഷയാൻ. ഈ ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ തോന്നുന്നതും ഇതിൻ്റെയൊക്കെ കാരണം രാഗദ്വേഷങ്ങളാണ്, ഈ ദ്വന്ദ്ഭാവങ്ങളാണ്. ചിലതിനോട് രാഗം, അതുകൊണ്ടാണല്ലോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും സംഘം ഉണ്ടാകുന്നതും പിന്നെ ക്രോധം ഉണ്ടാകുന്നതിൻ്റെയൊക്കെ കാരണം അതാണല്ലോ. അപ്പോൾ വിവേകിയായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ. ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നതിന് വിരോധമില്ല. ഇതൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാതിരിക്കുന്നത് സാധിക്കില്ല, ചെയ്യണം. പക്ഷേ അവയിലോടൊക്കെ നമുക്ക് രാഗദ്വേഷങ്ങളുണ്ടാവാതെ നമ്മൾക്കതിനെ ആയിക്കഴിഞ്ഞാൽ വിധേയാത്മ, നമ്മൾ വിഷയങ്ങൾക്ക് വിധേയമാവുകയല്ല വേണ്ടത്, വിഷയങ്ങൾ നമുക്ക് വിധേയമാവും. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വിഷയാസക്തികളിൽ പെടുകയല്ല വേണ്ടത്. ആ വിഷയങ്ങളെ വേണ്ട രീതിയിൽ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ നമ്മുടെ മനസ്സ് ആ വിഷയങ്ങളെ വിധേയപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ശാന്തി പ്രസാദം അധിഗച്ഛതി. മനസ്സ് നല്ല സമാധാനമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നു. രാഗദ്വേഷങ്ങൾ ആണ് മനസ്സിനെ പല കാര്യങ്ങളിലേക്കും പിടിച്ചു വലിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അവയെ നിയന്ത്രിച്ചാൽ നമുക്ക് വിഷയങ്ങളെ, അതിനോടുള്ള ആസക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് പ്രസാദം അധിഗച്ഛതി, അപ്പോൾ ശാന്തിയെ പ്രാപിക്കുന്നു. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സമാധാനം ഇല്ല, മനഃശാന്തി ഇല്ല എന്നൊക്കെ ഒരവസ്ഥ നമുക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ മനസ്സിൻ്റെ നിയന്ത്രണത്തിലല്ല, മറിച്ച് അവ നമ്മളെ നിയന്ത്രിക്കുകയാണ്, നമ്മളെ പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ മനഃശാന്തി, മനസ്സമാധാനം, മനസ്സന്തോഷം എന്നുള്ളതൊക്കെ
കിട്ടാനായിട്ട് ഈ മരുന്നോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളോ ഒന്നുമല്ല വേണ്ടത്. നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കുക, ആ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുക, അതിന് നല്ല കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിക്കുക. ഏറ്റവും നല്ല കാര്യങ്ങളാണ് ആ മനസ്സിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇനി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മനസ്സിനൊരു ശാന്തി ഉണ്ടായാൽ അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാവുക? പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠത്തെ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠത്തെ. പ്രസാദേ അസ്യ സർവദുഃഖാനാം ഹാനി ഉപജായതേ. മനസ്സിനൊരു പ്രസാദം ഉണ്ടായ ഒരവസ്ഥ, അതായത് ഒരു സന്തോഷമുണ്ടായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് സർവദുഃഖാനാം ഹാനി ഉപജായതേ, സർവദുഃഖങ്ങളും അങ്ങനെ തന്നെ ഇല്ലാതാകുന്നു, സർവദുഃഖങ്ങളും നശിച്ചു പോകുന്നു. പ്രസന്നചേതസ ബുദ്ധി, അങ്ങനെ പ്രസന്നചേതസ്സായിട്ടുള്ളവൻ്റെ മനസ്സ് പ്രസന്നമായിട്ടുള്ളവൻ്റെ ബുദ്ധി എപ്രകാരമാകുന്നു? അത് വേഗം തന്നെ പര്യവതിഷ്ഠതേ, അത് വേഗം തന്നെ സ്ഥിരമാകുന്നു. മനസ്സിനെയാണ് നിയന്ത്രിക്കുന്നത്. മനസ്സിന് സന്തോഷം, ശാന്തി, സമാധാനം ഉണ്ടായാൽ പിന്നെ അവന് യാതൊരു ദുഃഖങ്ങളും ഉണ്ടാകില്ല. അപ്പം എല്ലാ ദുഃഖങ്ങളും, ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭഗവാന്റെ ഈ വാക്കുകൾ ഓർക്കാൻ സാധിക്കുകയാണെങ്കിൽ, എന്തിനാണ് നമ്മൾ ദുഃഖിക്കുന്നത്? നമ്മളെ ആരാണ് ദുഃഖിപ്പിക്കുന്നത്? നമ്മുടെ മനസ്സാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ഈ അവസ്ഥയിലാക്കുന്നത് നമ്മൾ പല പല കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് വളരെയധികം ലിമിറ്റാക്കി കഴിയുന്നത്ര ഉള്ളതിൽ തന്നെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, രാഗദ്വേഷാദികളെ കൂടാതെ നാം കഴിയുന്നത്ര അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സമയമാണ് അല്ലേ? എല്ലാവരും വളരെയധികം നിയന്ത്രിച്ചിരിക്കുന്നു കാര്യങ്ങളൊക്കെ. എല്ലാ വിഷയങ്ങളെയും നിയന്ത്രിച്ച് അധികം പേരും ഇക്കാലത്ത് ഈശ്വര സ്മരണയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷമസ്ഥിതിയിൽ പോലും മനുഷ്യർ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്, മനസ്സിനൊരു പ്രസാദാവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇത് പഠിക്കാനുള്ളൊരു അവസരമാണ് നമുക്ക് ഈ മഹാമാരി തന്നിരിക്കുന്നത്. എപ്പോഴാണ് നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക? നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിയന്ത്രിതമായിരുന്നു കുറേ മാസങ്ങളായിട്ട്. ഇപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് എന്തുണ്ടായാലും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് വളരെ കുറച്ച് ആവശ്യങ്ങളേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ആ വളരെ കുറച്ച് ആവശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വളരെയധികം ആനന്ദം അനുഭവിക്കാൻ സാധിക്കേണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ തന്നെ നമ്മുടെ ദുഃഖങ്ങൾ എത്രയോ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് പറയാണ്, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. മനഃപ്രസാദം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവദുഃഖങ്ങളും നശിച്ചു പോകുന്നു, ആ ബുദ്ധി സ്ഥിരമാകുന്നു, ആ ഭക്തി ഉറയ്ക്കുന്നു, ജ്ഞാനം ഉറയ്ക്കുന്നു. ഇനി അങ്ങനെയുള്ള ആ പ്രസന്നത കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം എന്ന് പറയാണ്. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തി അശാന്തസ്യ കുതഃ സുഖം. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തി അശാന്തസ്യ കുതഃ സുഖം. ഇങ്ങനെയുള്ള മനഃപ്രസാദം, മനസ്സിന് സന്തോഷമായിട്ടുള്ളത്, പ്രസന്നമായിട്ടുള്ള മനസ്സ്, പ്രസാദമായിട്ടുള്ള മനസ്സിൻ്റെ സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മാഹാത്മ്യം എന്താണ്? അത് ഇല്ലാത്ത ഒരാൾക്ക്, നാസ്തി ബുദ്ധി അയുക്തസ്യ, അയുക്തസ്യ ബുദ്ധി ന അസ്തി. അയുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിൽ വയ്ക്കാത്ത ആൾക്കാർ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിൽ വയ്ക്കണം, അപ്പോഴാണ് മനസ്സിന് പ്രസാദം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ സാധിക്കാത്തവർക്ക്, അയുക്തന്മാർ, മനസ്സിനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക്, വിഷയാസക്തി പൂണ്ടവർക്ക്, ബുദ്ധി, അവർക്ക് യഥാർത്ഥത്തിലുള്ള ബുദ്ധി. എങ്ങനെയാണ് നമുക്ക് ബുദ്ധി ഉണ്ടാവുക? നമ്മൾ ശാസ്ത്രജ്ഞാനം കൊണ്ടും ആചാര്യനിൽ നിന്നും നേടുന്ന വിദ്യ കൊണ്ടുമാണ് നമ്മുടെ ബുദ്ധി പ്രകാശിക്കുക.
അപ്പോൾ ശാസ്ത്രങ്ങളിൽ നിന്നും ആചാര്യങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ബുദ്ധി, ആത്മവിഷയമായിട്ടുള്ള ബുദ്ധി അയുക്തസ്യ നാസ്തി, അയുക്തന്മാർക്ക്, അതായത് വിഷയങ്ങളിൽ ആസക്തി കൊണ്ടവർക്ക് ഉണ്ടാവില്ല. യഥാർത്ഥ ആത്മതുഷ്ടി, ആത്മജ്ഞാനം അല്ലെങ്കിൽ ആത്മാനന്ദം ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്താതെ ഉണ്ടാകുകയില്ല, ഉറപ്പാണ്. ഇനി അയുക്തസ്യ ഭാവന ച ന, ഈ അയുക്തന്മാർക്ക്, അതായത് വിഷയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആൾക്ക്, അല്ലെങ്കിൽ അജിതേന്ദ്രിയന്, ജിതേന്ദ്രിയൻ വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ച ആൾ, അജിതേന്ദ്രിയൻ വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കാത്ത ആൾ, അജിതേന്ദ്രിയന് ഒരിക്കലും ഭാവന എന്നുവെച്ചാൽ ആത്മധ്യാനവും ഉണ്ടാവില്ല, ഒരു മനസ്സിൽ ഏകാഗ്രത ഉണ്ടാവില്ല, അവർക്ക് ഭഗവാനെക്കുറിച്ച് സ്മരിക്കാനേ സാധിക്കുകയില്ല. അതുപോലെ അഭാവേദ ശാന്തി, ആത്മധ്യാനത്തെ ചെയ്യാത്ത ഒരാൾക്ക് ശാന്തിയും ഉണ്ടാവില്ല. അശാന്തസ്യ സുത സുഖം, അങ്ങനെയുള്ള അശാന്തിയുള്ള ഒരാൾക്ക്, ആത്മശാന്തി ലഭിക്കാത്ത ഒരാൾക്ക് എവിടെയാണ് സുഖം ഉണ്ടാവുക? അതുകൊണ്ട് മനസ്സിനെ സമാധിയിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ ഉറപ്പിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾക്ക് ആത്മവിഷയമായിട്ടുള്ള ബുദ്ധി ഉണ്ടാവില്ല. കാരണം അയുക്തന്, അല്ലെങ്കിൽ പറയാം അസമാഹിതന്, സമാഹിത മനസ്സിനെ നല്ലവണ്ണം നിയന്ത്രണത്തിൽ നിർത്തി അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ശക്തികളെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഉപശമം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഉപശമമില്ലാത്ത ഒരാൾക്ക് എപ്പോഴാണ് സുഖം ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക എന്നാണ്. മനസ്സമാധാനം, സമാധാനം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൻ്റെ സമത്തിൽ ആധാരം ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയ്ക്കാണ് സമാധാനം എന്ന് പറയുക. സമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? സമാധാനം എന്നുള്ള വാക്കിൽ നമ്മുടെ അർത്ഥം തന്നെ പറയുകയാണ്, സമമായിട്ടുള്ള ഒന്നിൽ ആധാരം ചെയ്യാത്തത്, ആധാരം ചെയ്യാത്ത. സമമായിട്ടുള്ള എന്താ? സമമായിട്ടുള്ളത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത്, എല്ലാത്തിനും സ്ഥിതി ചെയ്യുന്നത് അത് ആത്മാവാണ്. അപ്പോൾ സമമായിട്ടുള്ള ഒന്നിൽ, ആത്മാവിൽ ആരുടെ മനസ്സ് ഉറയ്ക്കുന്നില്ലയോ അവർക്ക് എവിടെയാണ് സമാധാനം ഉണ്ടാവുക? അതുകൊണ്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഇനി ആർക്കാണോ, എന്തുകൊണ്ട് ആത്മവിഷയമായിട്ടുള്ള ബുദ്ധി അവർക്ക് ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് കാരണം ഉണ്ടാവണമല്ലോ, എന്തുകൊണ്ടാണ് അവരുടെ മനസ്സ് ആത്മാധിഷ്ഠിതമാവാത്തത്, സമാധാനത്തിനെ പ്രാപിക്കാത്തത്? അതിനെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഭഗവാൻ. ഇന്ദ്രിയാണാം ഹി ചരതാം ജന്മനോനുവിധീയത്തെ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം ജന്മനോനുവിധീയത്തെ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, ഇന്ദ്രിയാണാം ഹി ചരതാം, ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, വിഷയികൾക്ക്, വിഷയലോലുപന്മാർക്ക് അവരുടെ മനസ്സ് അനുവിധീയതേ, അവരുടെ മനസ്സ് പിന്തുടരുന്നത് എന്തിനെയാണ്? ഈ ഇന്ദ്രിയത്തെ തന്നെയാണ്. അങ്ങനെയുള്ളവരുടെ അസ്യപ്രജ്ഞാം, അങ്ങനെയുള്ളവരുടെ മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ പ്രജ്ഞ ഏതെങ്കിലും ഒരു ആസക്തിയിൽപ്പെട്ട ഒരാളുടെ മനസ്സ്, ഏതൊരു ആസക്തിയാലും അതിൽപ്പെട്ട ഒരാളുടെ മനസ്സ് എങ്ങനെ സഞ്ചരിക്കുക? അത് ലക്ഷ്യത്തിലേക്ക് പോവില്ല. ലക്ഷ്യം എന്താ? സമാധാനം, പരമശാന്തി, അല്ലേ, ഈശ്വര സാക്ഷാത്കാരം. അത് ലക്ഷ്യത്തിലേക്ക് പോകില്ല. പിന്നെ എവിടെയാണ് പോവുക എന്ന് വെച്ചാൽ അത് വായുർനാവം ഇവാംബസി, വായു, കാറ്റിനാൽ ചലിക്കപ്പെടുന്ന, അംബസിച്ച ജലത്തിൽ, വെള്ളത്തിൽ സഞ്ചരിക്കുന്ന ഒരു നാവം വെച്ചാൽ ഒരു കപ്പൽ, വെള്ളത്തിൽ സഞ്ചരിക്കുന്ന തോണിയെന്നോ കപ്പലെന്നോ പറയാം. അങ്ങനെയുള്ള ഒരു കപ്പലിനെ കാറ്റടിച്ച് അതിൻ്റെ ദിശ മാറ്റി കൊണ്ടുപോകുന്നത് പോലെയാണ്. എന്തിനാണ് നമ്മളൊരു തോണിയിൽ കയറുകയെന്ന് വിചാരിക്കുക, ഒരു തോണി അല്ലെങ്കിൽ ഒരു കപ്പൽ, നമ്മളതിൽ സഞ്ചരിക്കുന്നത് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനാണ്. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് പകരം അതിൻ്റെ മാർഗം അങ്ങോട്ട് മാറി, വഴി അങ്ങോട്ട് മാറി.
എങ്ങനെ വഴി മാറി? നല്ല ശക്തിയായിട്ടുള്ള കാറ്റടിച്ചു. അപ്പോൾ അതിൻ്റെ പായ്ക്കപ്പലുണ്ടോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. കാറ്റടിച്ചപ്പോൾ ആ കപ്പൽ അതിൻ്റെ വഴി മാറി വേറെ എവിടെയോ പോയി. ഒന്നുകിൽ ഇപ്പോൾ ഒരു നദി കടക്കാനാണെന്ന് വിചാരിക്കുക, ഒരു വഞ്ചി അത് കാറ്റടിച്ചതിൻ്റെ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നല്ല ഒഴുക്കിൽപ്പെടാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാറയിൽ ചെന്ന് ഇടിക്കാം, അതല്ലെങ്കിൽ വെള്ളം കയറി മുങ്ങിപ്പോകാം. അതൊരിക്കലും മറുകര എത്തില്ല. അപ്രകാരമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിനോട് ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സ് പിടിച്ചാൽ കിട്ടില്ല, അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാവില്ല. അവരുടെ മനസ്സ് കാറ്റിൽപ്പെട്ട് ഉലയുന്ന ഒരു കപ്പലിനെ പോലെ വഴിതെറ്റിപ്പോയി അത് നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആസക്തികളും ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നു. ആരെങ്കിലും നാശത്തിനെ ആഗ്രഹിക്കുന്നവരാണോ? അല്ല. നശിക്കുന്നതിൻ്റെ കാരണം ആസക്തിയാണ്. ആസക്തിയുടെ കാരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയാണ്. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് അതും ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് അർജുന തസ്മാദ് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. തസ്മാദ് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. അപ്പോൾ ആരാണോ ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാൾ, ആരാണോ വിവേകിയായിട്ടുള്ള ഒരാൾ, ആരാണോ ഉത്തമ ഭക്തനായിട്ടുള്ള നിഷ്കാമ ഭക്തനായിട്ടുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? അവർ ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങളിൽ നിന്ന് നിഗൃഹീതാനി നിവർത്തിക്കുന്നു. ഓരോ വിഷയ ആസക്തികളിൽ പെടാതെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഹേ മഹാബാഹോ എന്ന് വെച്ചാൽ നല്ല ദീർഘബാഹുക്കളുള്ള ആൾ. ദീർഘബാഹുക്കൾ, നീളത്തിൽ ദീർഘങ്ങളായിട്ടുള്ള കൈകളുള്ള ക്ഷത്രിയന്മാർക്കാണ്, ക്ഷത്രിയവീരന്മാർക്ക്. അതുകൊണ്ട് ക്ഷത്രിയവീര്യനായിട്ടുള്ള അർജുന, നീ ക്ഷത്രിയവീരനാണ്. പക്ഷേ ഇവിടെ ക്ഷത്രിയവീര്യം മാത്രം പോരാ. ഇവിടെ ശത്രു എന്നുള്ളത് പുറത്തല്ല, ഇവിടെ ശത്രു നിൻ്റെ മനസ്സാണ്. ആ മനസ്സിനെ ജയിക്കാൻ ആയുധങ്ങൾ പോരാ, ആ മനസ്സിനെ ലയിക്കാൻ ലക്ഷ്യബോധമാണ് വേണ്ടത്, വിവേകബുദ്ധിയാണ് വേണ്ടത്. അതിന് വിഷയങ്ങളിൽ ആസക്തി ഉപേക്ഷിക്കണം, വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കണം. എന്നിട്ട് നീ അതിനെ എന്നിലേക്ക് ചേർക്കണം. തസ്മാത്, അതുകൊണ്ട് ഹേ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ, സർവ ഇന്ദ്രിയങ്ങളെയും അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കുക. അപ്പോൾ നിൻ്റെ മനസ്സും നിൻ്റെ ബുദ്ധിയും പ്രജ്ഞാപ്രതിഷ്ഠിത എന്നുള്ള ഉപായം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എപ്രകാരമാണ് മനസ്സിനെ ഒരാളുടെ ഉയർച്ചയാണോ, ഒരാൾക്ക് താഴ്ചയാണോ ഉണ്ടാവുക, ഒരാളുടെ ജീവിതത്തിൽ വിജയമാണോ ഉണ്ടാവുക, പരാജയമാണോ ഉണ്ടാവുക, ഒരാൾ ജീവിത വിജയം നേടുമോ, അല്ലെങ്കിൽ നമുക്കൊക്കെ വാർദ്ധക്യമാകുന്ന കാലത്ത്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് നിവർത്തിക്കുന്ന സമയത്ത് ഇന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്താണ് നേടിയത്, എന്താണ് ഞാൻ സമ്പാദിച്ചത്, എന്താണ് എനിക്ക് സമാധാനം നൽകുന്നത്, എന്താണ് എൻ്റെ വിജയങ്ങൾ അതോ എൻ്റെ പരാജയങ്ങൾ, എൻ്റെ ജീവിതം എങ്ങനെയാകുന്നു എന്ന് വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് ഇത് മാത്രമാണ്. എത്രമാത്രം നമ്മൾ നമ്മുടെ മനുഷ്യനായിട്ട് ജീവിച്ചുകൊണ്ട് നല്ല സംസ്കാരത്തോടുകൂടി നല്ല ജീവിതം നയിച്ചുകൊണ്ട് എല്ലാവരുടെ ഇടയിലും നല്ല ശ്രേയസ് നേടിക്കൊണ്ട് ജീവിച്ച് ആ ജീവിതം ഇങ്ങനെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ജീവിതം ആസ്വദിക്കൂ എന്ന് പറഞ്ഞാൽ തന്നെ എന്താർത്ഥം? ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ആസ്വാദനം നമ്മൾ വിചാരിച്ചിരിക്കുന്നതൊക്കെ വിഷയങ്ങളിൽ നിന്നാണ്. കുറേ ധനം ഉണ്ടായാൽ നല്ല സുഖമാണ്, കുറേ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാണ്ടായാൽ നല്ല സുഖമാണ്, കുറേ നല്ല ശരീരം, സൗന്ദര്യമുള്ള ശരീരം സുഖമാണ്, കുറേ നല്ല വസ്ത്രങ്ങൾ വേണം, അല്ലെങ്കിൽ നല്ല വാഹനങ്ങൾ വേണം, അല്ലെങ്കിൽ നല്ല ബന്ധുക്കൾ വേണം. ഇതൊക്കെ ഉള്ളവരാണോ ജീവിതം ആസ്വദിക്കുന്നതെന്ന് ചോദിച്ചാൽ ആസ്വാദനത്തിൻ്റെ ഡെഫിനേഷൻ അതല്ലല്ലോ. എത്രമാത്രം സംതൃപ്തനാണ്, എത്രമാത്രം കൃതാർത്ഥനാണ്, എനിക്ക് ഇനിയൊരു ജീവിതം തരികയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം അത് ആരുടെ കയ്യിലുണ്ടാവുക? നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും നമുക്ക് ചിന്തിക്കാം, എന്താണ് ഞാൻ നേടിയത് ജീവിതത്തിൽ, എന്താണ് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചത്,
എന്താണ് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചത്, ഞാൻ എപ്രകാരമാണ് എൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച് നല്ലൊരു ഉൾക്കാഴ്ച ഉണ്ടാകും. അപ്പം അതിലൊക്കെ പ്രധാനമായിട്ടും വില്ലൻ എന്നുള്ളത് എന്താണ്? നമ്മുടെ മനസ്സ് നമ്മുടെ കൈകളിൽ നിന്ന് പലപ്പോഴും വഴുതി പോയിട്ടുണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് പലപ്പോഴും നമ്മുടെ മനസ്സ് നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവും. നമ്മൾ പലതിൻ്റെയും പിന്നാലെ പാഞ്ഞിട്ടുണ്ടാവും. ആരോഗ്യമുള്ള സമയത്ത്, യൗവനമുള്ള സമയത്ത് നമ്മൾ പലതിൻ്റെയും പിറകെ പോയി അവസാനം ഒന്നും ലഭിക്കാതെ മനസ്സമാധാനം ഇല്ലാതെ തളർന്ന് അവശനായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ അത് നമുക്ക് വന്നുവെങ്കിൽ അതാണ് ഇതിന് കാരണം. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. മനസ്സിന് നമ്മുടെ വിഷയങ്ങൾ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയി അതിനെ അഗാധമായിട്ടുള്ള ഗർത്തങ്ങളിൽ കൊണ്ട് ചാടിച്ചു. ഇങ്ങനെയാണ് നമുക്ക് ഈ കണ്ട ദുഃഖങ്ങളൊക്കെ ഉണ്ടായത്. ഇതൊക്കെ ഇല്ലാതിരിക്കാനുള്ള ഒരേ ഒരു വഴി നമ്മൾ അനുഭവം കൊണ്ട് പഠിച്ചത് മറ്റുള്ളവർക്ക്, നമ്മുടെ കുട്ടികൾക്ക്, പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ചെയ്തത് എന്താണ്, ചെയ്താൽ പ്രയോജനം എന്താണ്, ചെയ്തില്ലെങ്കിൽ നഷ്ടം എന്താണ്, ഇതൊക്കെ ഒരു മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് ഒരു ആത്മപരിശോധന നടത്താൻ നമ്മൾ തയ്യാറാവണം. അപ്പോഴേ നമുക്ക് ജീവിതം കൊണ്ട് ഇനിയെങ്കിലും ആത്മസംതൃപ്തി നേടാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ വാക്കുകൾ, ഭഗവത് സ്മരണ, ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവാന്റെ ഭക്തന്മാരുടെ സംഘം ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ മനസ്സിനെ കൂടെ നമ്മൾ വ്യാപരിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് നോക്കൂ ജീവിതത്തിലുള്ള എത്ര മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ അനുഭവിച്ച സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ പിന്നെ എപ്പോഴേ അപ്രത്യക്ഷമായ അതിലും വലിയൊരു ആത്മസുഖം നമുക്ക് അനുഭവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ മനസ്സിൽ ആ നിശ്ചയാത്മികമായിട്ടുള്ള ബുദ്ധി ഇങ്ങനെ വന്നാൽ മാത്രം മതി. അതിന് ഭഗവാന്റെ വാക്കുകൾ, സത്സംഗം, ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുക, ഭഗവത് കഥകൾ അനുസ്മരിക്കുക, ഭഗവത് പാദങ്ങൾ ധ്യാനിക്കുക, ഏകാഗ്രമായിട്ട് മനസ്സുകൊണ്ട് ധ്യാനിക്കുക, ഭഗവാനെ മന്ത്രജപം തുടങ്ങിയവയൊക്കെ നടത്തുക. അങ്ങനെ നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്, ഈ മനസ്സാണ് നമ്മുടെ ജീവിതം വിജയമാണോ പരാജയമാണോ എന്ന് നിശ്ചയിക്കുന്നത്. ഈ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ മനസ്സിനെ നേർവഴിക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു കാറ്റടിച്ചിട്ടും നമ്മുടെ മാർഗത്തിൽ വിഘ്നം ഉണ്ടാവാൻ പാടില്ല. അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഭഗവത്ഗീത ഇതിങ്ങനെ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഭഗവത്ഗീത ശ്ലോകങ്ങളിൽ കൂടി ഭഗവാൻ അർജുനനോട് പറയുന്നു എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രമല്ല പറയുന്നത്, എങ്ങനെ ചെയ്യണമെന്ന് കൂടി പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഭഗവാന്റെ ഉപദേശം പകുതിയായിട്ട് ഉപേക്ഷിക്കുന്നില്ല. സാധിക്കാത്ത ഒരു കാര്യം ഭഗവാൻ പറയുന്നില്ല. സാധിക്കുന്ന വഴികളുണ്ട്, അത് സാധിക്കാൻ എളുപ്പവുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് നമുക്ക് എപ്രകാരമാണ് ജീവിത വിജയം നേടാൻ സാധിക്കുക, അപ്രകാരമാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനെ ഉപദേശിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ആ ഉപദേശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. ഇന്ന് തൽക്കാലം ഇനി നമ്മളിവിടെ നിർത്തും. 68ാമത്തെ ശ്ലോകത്തിൽ അടുത്ത വെള്ളിയാഴ്ച സൂം ക്ലാസ്സിലും ഫേസ്ബുക്കിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവരും വീണ്ടും ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. കൂടുതൽ സുഹൃത്തുക്കളോടൊക്കെ ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ സമയങ്ങളിൽ ഭഗവാന്റെ വാക്കുകളെ ആസ്വദിക്കാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ, അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് സാധിക്കുക. അങ്ങനെയുള്ളൊരു ശ്രമത്തിനൊരു അവസരം നമ്മളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ.